ഗൈസ്, ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നത് നിർത്താൻ പോകണം. ഇനി പുടിൻ പിണങ്ങുമോ? അങ്ങനെ ഒരു ന്യൂസ് കേട്ടു. അതായത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന ഓയിൽ ഇന്ത്യ ഹോൾഡ് ചെയ്യാൻ, അതായത് നിർത്താനുള്ള ഒരു പരിപാടി ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഇത് കൺഫേം ചെയ്തിട്ടില്ല. ആൻഡ് അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഓയിൽ വാങ്ങിക്കാൻ ഉള്ള പ്ലാനാണ്. അമേരിക്കയിൽ നിന്ന് വെനിസുലയിൽ നിന്നും കൂടുതൽ ഓയിൽ വാങ്ങിക്കാനുള്ള പ്ലാനാണ് ഇപ്പോൾ ഇന്ത്യക്ക്. അതിനോട് അനുബന്ധിച്ച് അമേരിക്ക ഇന്ത്യക്ക് നേരെ ഉണ്ടായിരുന്ന 50%, 50% താരിഫ് വെട്ടിക്കുറച്ച് ഇപ്പോൾ 18% കുറച്ചിരിക്കുകയാണ്. ഇന്ത്യ അമേരിക്ക ഒരു നല്ല ഡീലിലോട്ടാണ് പോണത്. കാരണം അമേരിക്ക മൊത്തത്തിൽ കിടുങ്ങി വരച്ചിരിക്കുകയാണ്. കാരണം യൂറോപ്പുമായിട്ട് നമ്മൾ കൂടുതൽ ബോണ്ട് ഉണ്ടാക്കുന്നു. സോ ഇന്ത്യ നമ്മൾ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയി വരുന്നു. ലൈക്ക് അമേരിക്കയുടെ ആവശ്യമില്ലാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. പതിയെ പുതിയ ഓഫേഴ്സ് മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തായാലും 50% താരിഫ് ഇപ്പോൾ 18% ആക്കിയിട്ടുണ്ട് ഇന്ത്യക്ക് നേരെ ഉണ്ടായിരുന്നത്. അത് മെയിൻലി ടെക്സ്റ്റൈൽസ്, പിന്നെ ജ്വല്ലറി, അങ്ങനെയുള്ള മേഖലകളിലാണ് താരിഫ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. പ്ലസ് ഓയിൽ ഇതിലും താരിഫ് വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നത് ഇന്ത്യ റഷ്യ ബന്ധം എന്താവും എന്നുള്ളതാണ്. അതിനെപ്പറ്റി ഇതുവരെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. അതായത് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങിക്കുന്നത് ഇന്ത്യ നിർത്തും എന്നതിനൊരു കൺഫർമേഷൻ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയെ പറ്റി അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഡീലിനെ പറ്റി ട്രംപാണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഇന്ത്യ സമ്മതിച്ചു, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നത് നിർത്താം എന്ന് ഇന്ത്യ സമ്മതിച്ചു എന്ന് ട്രംപാണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് ഇതുവരെ റഷ്യയിൽ നിന്ന് ഒരു അഭിപ്രായങ്ങളും വന്നിട്ടില്ല. അവിടുന്ന് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് നോക്കാം എന്താണ് ഇന്ത്യ റഷ്യ ബന്ധത്തിൻ്റെ ഭാവി എന്നുള്ളത്. എന്തായാലും അമേരിക്കയുമായി ഇന്ത്യ ഒരു നല്ല ഡീലിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഫോർ മോർ അപ്ഡേറ്റ്സ് ഫോളോ 2XL.